കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ നിരന്തര സാന്നിധ്യമാണ് കോഴിത്തോട് പഞ്ചായത്തിലെ കൊമ്പുകുത്തി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിന്റെ പ്രവർത്തനത്തെ ഇന്ന് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ചെന്നപ്പാറ, മതമ്പ തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മക്കളാണ് ഈ സ്കൂളിൽ പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്നാൽ എസ്റ്റേറ്റ് പാതയിൽ നിന്നും കൊമ്പുകുത്തിയിലേക്കുള്ള വഴിയിൽ കാട്ടാനകൾ പതിവായി ഇറങ്ങുന്നത് കുട്ടികളുടെ യാത്രയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണി ഒരുക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പിന് നേരെ ഒറ്റയാൻ പാഞ്ഞെടുത്ത സംഭവമുണ്ടാക്കിയ ഭീതി ഇപ്പോഴും പ്രദേശത്തു നിന്നും വിട്ടുമാറിയിട്ടില്ല. വന്യമൃഗശല്യം സഹിക്കാനാവാതെ മേഖലയിലെ നിരവധി കുടുംബങ്ങളാണ് ഇതിനോടകം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയത്. പാത സുരക്ഷിതമല്ലാത്തത് കാരണം രക്ഷിതാക്കൾ കുട്ടികളെ മറ്റ് സ്കൂളിലേക്ക് അയക്കുവാനും തുടങ്ങി. SSLC പരീക്ഷയിൽ ഇക്കുറി 100% വിജയമാണ് സ്കൂൾ നേടിയത്. മികച്ച പഠന നിലവാരവും കെട്ടിട സൗകര്യവുമുള്ള വിദ്യാലയത്തിൽ മുൻകാലങ്ങളിൽ 200-ലധികം കുട്ടികളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് വിദ്യാർത്ഥികളുടെ എണ്ണം വെറും 93 ചുരുങ്ങി. വന്യമൃഗ ഭീഷണിക്കൊപ്പം തകർന്നു കിടക്കുന്ന യാത്രാമാർഗവും വിദ്യാർത്ഥികളെ വലയ്ക്കുന്നുണ്ട്. ചെന്നപ്പാറ, മതമ്പ മേഖലയിൽ നിന്നും സ്കൂളിലേക്കുള്ള വഴി അങ്ങേയറ്റം ദുർഘടം പിടിച്ചതാണ്. വലിയ കല്ലുകളിൽ നിന്നും അടുത്ത കല്ലുകളിലേക്ക് ചാടി വേണം വാഹനങ്ങൾ കടന്നു പോകുവാൻ. ഒരു അധ്യയന വർഷം കൂടി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും മടങ്ങുന്നതുമായ സമയങ്ങളിൽ വനം വകുപ്പിന്റെ പ്രത്യേക പെട്രോളിംഗ് നിരീക്ഷണം ശക്തമാക്കി പാത സുരക്ഷിതമാക്കണമെന്നാണ് സ്കൂൾ അധികൃതരുടെ അടിയന്തര ആവശ്യം. ഞാൻ കൊമ്പുകുത്തി ട്രൈബൽ ഹൈസ്കൂളിലെ HM ആണ്. നമ്മുടെ വിദ്യാലയം ഈ ജൂൺ 1 തുറക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തുന്നത് മതമ്പ, ചെന്നാപ്പാറ തുടങ്ങിയ മേഖലകളിൽ നിന്ന്, അതായത് വനമേഖലയോട് ഉൾപ്പെട്ട പ്രദേശത്തു നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ കടന്നു വരുന്ന മേഖലയിൽ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മഴക്കാലമായതുകൊണ്ട് കുഞ്ഞുങ്ങൾ വരുന്ന വഴിയിൽ കാട്ടാന ശല്യം അതുപോലെയുള്ള ശല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്കൂളിൻ്റെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷ മുൻനിർത്തി ആ മേഖലയിൽ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് എത്തുന്ന സമയത്തും തുടർന്ന് തിരിച്ചു പോകുന്ന സമയത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഈ ഒരു അവസരത്തിൽ ഏർപ്പെടുത്തി കൊടുക്കണമെന്ന് ഉള്ള ഒരു കാര്യം വളരെ ഗൗരവപരമായിട്ടും വിനയത്തോടു കൂടിയും ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്കൂളിൽ എത്തുന്നത്. വന്യമൃഗശല്യം മൂലം പ്രദേശത്തെ കർഷകരും കടുത്ത പ്രതിസന്ധിയിലാണ്. പലരും കൃഷി പാടെ ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.